ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുക രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സാക്രോ കോൺവെന്റോ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ബസിലിക്കയിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഖബറിടത്തിന് അരികിൽ നിന്നുകൊണ്ടാണ് 1225 വിശുദ്ധ ഫ്രാൻസിസ് പൂർത്തിയാക്കിയ സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ ക്ഷണിക്കുന്ന കാൻഡിക്കിൾ ഓഫ് ദ സൺ സൂര്യകീർത്തനം. സൂര്യകീർത്തനം വെറുമൊരു പാട്ടല്ല, ഒരു ഗാനമല്ല, അതിനും അപ്പുറം സകല സൃഷ്ടികളിലും വിശുദ്ധ ഫ്രാൻസിസിന് ദർശിക്കുവാൻ സാധിച്ച ദൈവിക സാമീപ്യത്തിൻ്റെ പ്രകാശനമായിരുന്നു. അതിനാൽ തന്നെ സകല സൃഷ്ടികളെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിനായി ഒരു സ്തുതികീർത്തനം എഴുതുവാൻ വിശുദ്ധ ഫ്രാൻസിസിന് കഴിയുകയും ചെയ്തു. 1225 വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ മരണത്തിൻ്റെ ഒരു വർഷം മുൻപ് ആണ് വിശുദ്ധ ഫ്രാൻസിസ് ഈ സൂര്യകീർത്തനം എഴുതി പൂർത്തിയാക്കുക. സൂര്യകീർത്തനത്തിലുടനീളം സൃഷ്ടികളിലൂടെ ദൈവത്തെ സ്തുതിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സൂര്യനെ കുറിച്ചോർത്ത്, ചന്ദ്രനെ കുറിച്ചോർത്ത്, ഭൂമിയെ കുറിച്ചോർത്ത്, ജലത്തെ കുറിച്ചോർത്ത്, വായുവിനെ കുറിച്ചോർത്ത് ഓരോ സൃഷ്ടികളിലും ദൈവം സന്നിഹിതനാണ് എന്ന് സൂര്യകീർത്തനം ഇന്നിൻ്റെ കീർത്തനമാണ്. കാരണം വിശുദ്ധ ഫ്രാൻസിസ് അറിയപ്പെട്ടിരുന്നത് രണ്ടാം ക്രിസ്തു എന്ന. ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചിരുന്ന ചോദ്യം ഇതായിരുന്നു: ഞാൻ ആരെയാണ് സേവിക്കുക, യജമാനനെയോ വൃദ്ധ്യനെയോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയിട്ട് വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുക സാൻ ദമിയാനോ ദേവാലയത്തിലെ കുരിശിൻ്റെ മുൻപിലാണ്. ആ കുരിശിൻ്റെ മുൻപിൽ പോയിരുന്ന് ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന ഇവിടെ രത്നചുരുക്കം ഇതായിരുന്നു: കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുക? അവിടെ നിന്നും ഫ്രാൻസിസിന് കിട്ടുന്ന ദർശനം നീ എൻ്റെ ആലയം പുതുക്കി പണിയുക എന്നത്. സഭ അതിൻ്റെ ഇരുണ്ട യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, അത് തകർച്ചയുടെ ഒരു മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസിന് സാൻ ദമിയാനോ കുരിശിൽ നിന്നും ഒരു ദർശനമുണ്ടാകുന്നു: സഭയെ പുതുക്കി പണിയുക എന്ന്. അപ്പോഴിങ്ങനെ കുരിശിനോടും ക്രിസ്തുവിനോടും ഏറ്റവും അനുരൂപപ്പെടുവാൻ ആഗ്രഹിച്ചവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ അത്ഭുതം കൂറിയില്ലെങ്കിൽ, ആനന്ദം കൊണ്ടില്ലെങ്കിൽ, അതാണ് അത്ഭുതമായി മാറുക. ഈ കബറിടത്തിൻ്റെ അരികിൽ, ഈ കബറിടത്തിനോട് ചേർന്നുള്ള ഈ ബസിലിക്കയിൽ കഴിഞ്ഞ 10 വർഷം സേവനം ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു ഫ്രാൻസിസ്കനാണ് ഞാൻ. 2026 ഓഗസ്റ്റ് 6 എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു ദിവസമാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സൂര്യകീർത്തനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മലയാള പരിഭാഷ പരിശുദ്ധ
ലയോ 14 മാർപ്പാപ്പയാണ് പ്രകാശനം ചെയ്തത്. ഏറെ സന്തോഷവും അഭിമാനവും അതെനിക്ക് മാത്രമല്ല, ഭാരതത്തിലെ സകല ഫ്രാൻസിസ്കൻ സഹോദരങ്ങൾക്കും ഒപ്പം ഭാരത സഭയ്ക്കും ഏറെ അഭിമാനം നൽകിയ അനുഭവമായിരുന്നു അത്. കാരണം എനിക്ക് തോന്നുക, ലയോ മാർപ്പാപ്പ മലയാളത്തിൽ മാത്രമല്ല മറ്റേതെങ്കിലും ഒരു ഭാഷയിലെ ഒരു സംഗീതം, ഒരു കീർത്തനം യൂട്യൂബിലൂടെ പ്രകാശനം ചെയ്യുവാൻ ഇതിനു മുൻപ് തയ്യാറായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏവർക്കും വിശുദ്ധ ഫ്രാൻസിസിന്റെ മാധ്യസ്ഥവും അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു.